പറ്റൂല. നിങ്ങൾ ബഹളം വെച്ചേ. ഇത്രയും നേരം താഴ്ത്തിരുന്ന എല്ലാരും എന്നെ പറ്റി നല്ലത് പറഞ്ഞ് നല്ല വീഡിയോ കേട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞേനെ. ഒരുപാട് സന്തോഷം. നേരത്തെ ചോദിച്ചില്ലേ ഈ സൈഡാണോ ജയിച്ചതെന്ന്? ഞാനാണ് ജയിച്ചത്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഞാനാണ് ജയിച്ചത്. താങ്ക് യു സോ മച്ച്. നമ്മൾ വീട് വിട്ട് ഇത്രയും ദൂരം നമ്മളൊരു സിനിമ, ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും നല്ല സ്വീകരണവും എന്തോ ഈ സ്നേഹവും ഒരു സെക്കൻഡ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പടവും കണ്ടിട്ടില്ല. അവൻ എത്രയും കൊണ്ട് സിനിമ കാണിക്കണം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഈ ഞായറാഴ്ച എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാമായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 2017 ഞാൻ ചെയ്യാം എന്ന് വാക്ക് കൊടുത്തൊരു സിനിമയാണ്. ജിതിനും ഞാനും ഈ പറയുന്ന ഇന്ന് നിന്റെ മൊയ്തീന്റെ സമയം മുതലുള്ള ബന്ധമുണ്ട്. ഞാനും ജിതിൻ അതില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഈവൻ അതിനു മുമ്പ് കൂതറ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് അവിടുത്തെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. സുഹൃത്തുക്കളാവുന്നത് 2014 നമ്മളുടെ ഇന്ന് നിന്റെ മൊയ്തീന്റെ സമയത്താണ്. അത് കഴിഞ്ഞ് 2017 ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പോലും ഇത്രയും നാളെടുത്തു അത് നടക്കാനായിട്ട്. പല കാരണങ്ങളാണ്. ഡേറ്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കൊരു സോളിഡ് പ്രൊഡക്ഷന്റെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇത് ഷൂട്ട് ചെയ്തപ്പോഴും അങ്ങനെ വലിയ സാഹചര്യത്തിലൊന്നുമല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സിനിമ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നല്ലേ പറയുന്നത്. ആ പനയാണ് ഇത്, ഞങ്ങൾ തിന്നുകൊണ്ടിരുന്ന പന. അപ്പോ ഞങ്ങൾ ഒരു വിധത്തിൽ സിനിമേനെ ഒരു രീതിയിലും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികൾ സിനിമയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിരന്തരമായിട്ട് അഭിനയത്തിന് ഒരുപാട് അപ്രിസിയേഷനും പുകഴ്ത്തലുകളും അവാർഡും ഒക്കെ കിട്ടി എല്ലാവരും അഭിനയത്തിനെ പറ്റി മാത്രം സുരഭിയോട് സംസാരിച്ചിട്ട് സുരഭിയുടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളായിട്ട് ഞാനിത് കേൾക്കുകയാണ്. സുരഭിക്ക് സൗന്ദര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ കൈപൊക്കുന്നു. പൊക്കരുത് എന്നാണ് അർത്ഥം. അതായത് ഇതിനകത്തൊരു സീനുണ്ട്, അങ്ങനത്തെ സീനല്ല, ഞങ്ങളുടെ റൊമാൻറ്റിക് സീനുണ്ട്. ആ സീനില് ജോമോൻ ചേട്ടന്റെ ലൈറ്റപ്പില് നിങ്ങൾ സുരഭിനെ കാണണം. അത്രയും സൗന്ദര്യമുള്ള ബാക്കി എത്ര നടിമാരെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് എനിക്ക് പറഞ്ഞു. വെറുതെ വിനയം വാരി വിതറാണ്. ഇത് അത് കണ്ടു പറയണം. അതാണ്. അതെ, പറയണമല്ലോ. അതിനു വേണ്ടി നമ്മൾ ലിമോസിൽ നിന്ന് ചർച്ച ചെയ്തില്ല. UK നിന്ന് ഇവനെല്ലാം മറക്കുകയാണ്. അടുത്ത് ഞങ്ങൾ ഫ്രാൻസിലേക്കാണ്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് പയ്യനാണോ ഞാൻ അന്ന് ഞാൻ വന്നിട്ട് ABCDയിൽ എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ സെറ്റിലൊക്കെ കറങ്ങി നടക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങള് ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്. ആ ഹോസ്പിറ്റൽ സീനിൽ ഞാനവിടെ വെറുതെ നിൽക്കുകയാണ്. അപ്പൊ എന്നെ സൈഡിൽ നിന്ന് പിടിച്ച് റാഗ് ചെയ്ത എന്റെ സീനിയറാണ് ഈ നിൽക്കുന്നത്. ഞാൻ പകരം നായികയാക്കി പ്രതികാരം ചെയ്തു എന്നാണ് ഇപ്പൊ വെപ്പ്. പക്ഷെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ തന്നെ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങളും പറയും ഇത് ചെയ്യാൻ വേറെ ആരും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അടിപൊളിയാണ് ഈ പടത്തിനകത്ത്. പ്രത്യേകിച്ച് ഈ 2 ക്യാരക്ടറിന്റെ 2 ഏജ്. അതിന്റെ ഗെറ്റപ്പിൽ മാത്രമല്ല, ഗെറ്റപ്പിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഫാൻസി ഡ്രസ് ആവാതെ ആ ക്യാരക്ടറിന്റെ എന്താ പറയാ ചിന്തകൾ പോലും ഉൾക്കൊണ്ട് ആ പ്രായം സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ ഈ പണിയെടുക്കുന്ന കാരണം കൊണ്ട് അറിയാം അത് ചില്ലറ പണിയല്ല. അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. താങ്ക് യു. എനിക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഇദ്ദേഹം ഒരു ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് എന്ന് പറഞ്ഞല്ലോ. മണിയന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്.
ഇപ്പൊ നമുക്ക് അല്ലാത്ത തിയേറ്റർ അല്ലാതെ ചെയ്യുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കിട്ടും. പക്ഷേ ഒരു തിയേറ്റർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെയാണ്. അത് രണ്ടും കൂടെ ഇങ്ങനെ ഇടിച്ചു നിൽക്കും. അതേപോലെയായിരുന്നു മണിയൻ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ. കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഇദ്ദേഹം അതിൽ അഭിനയിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മണിയന്റെ എല്ലാവരുടെ എല്ലാ അജയനാണെന്നുണ്ടെങ്കിലും കുഞ്ഞിക്കേളുവിന്റെ ഒക്കെ കണ്ണുകൾക്ക് വളരെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടർ ആകുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന വിസ്മയങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതിനുള്ള സാധകമൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഒരു വെച്ച് പറഞ്ഞതല്ല, അല്ല ഞാനിതാ നമ്മുടെ മാവേലി ചേട്ടൻ ഇരിക്കുന്ന പോലെ ഒരു സൈഡില് ഇപ്പൊ വേറെ എന്ത് വേണമെങ്കിലും ഒരു നടന്ന് ചെയ്യാം, മൊബൈൽ നോക്കിയിരിക്കാം, വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം, ചാറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് സമം ആലോലിതം സാജി പ്രാലോകിത നിമീലിതേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ കണ്ണ് സാധകം ചെയ്യുക. അപ്പൊ ഇദ്ദേഹം കണ്ണ് സാധകം ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ല, മണിയന്റെ കണ്ണിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ എനിക്ക് അധികം ടൈം കിട്ടിയില്ല. വേറെ ഏത് നമ്മളെ തെലുങ്കിലോ അല്ലെങ്കിൽ ഹോളിവുഡിലോ ഒക്കെ ഉള്ള ആക്ടേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ചിലപ്പോൾ ഒരു 6 മാസം 1 വർഷം ഒക്കെ എടുക്കുമായിരിക്കും, ഓരോന്നിൽ നിന്ന് ഓരോന്ന്. ഇത് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ 10 ദിവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ, 20 ദിവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളുടെ മലയാള സിനിമയിലുള്ള ആക്ടേഴ്സ് ആണ് അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പല ഹോളിവുഡ് ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ അവരെടുക്കുന്ന സമയം ആ ക്യാരക്ടറിലേക്ക് പോകാനുള്ള വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതെ കുഞ്ഞു സമയം കൊണ്ട് ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് തള്ളി മറിക്കല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മളെ നാട്ടുകാരോട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും പറയോ? ആരും പറയൂല. അതുകൊണ്ട് മാത്രം. അപ്പൊ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ആ പണി വർക്കായിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. അത് നിങ്ങളെല്ലാവരും പേഴ്സണലി തിയേറ്ററുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനും ഇന്ത്യക്ക് പുറത്ത് നമ്മൾ മാക്സിമം മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് പ്രൊമോഷൻസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനും ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇട്ടിട്ട് ഇവിടെ വരെ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഇത്ര നല്ല റിസപ്ഷൻ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിരുന്ന 2018 ഈ UK അയർലൻഡ് ഭാഗത്ത് ഭയങ്കര ഓട്ടം ഓടിയിട്ടുണ്ടെന്ന് കേട്ടു. അതിന്റെ നന്ദി ഇതോടൊപ്പം അറിയിച്ചോളൂ. താങ്ക് യു. ഡെഫിനറ്റ്ലി ആയിരുന്നു. വിയന്നയില് നമ്മൾ ഈ പാട്ട് വരുന്ന കാര്യം പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് യൂട്യൂബ് കാണാനായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ അവിടെയും അത് സെറ്റായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അത് നമുക്ക് ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ന് അങ്ങനെ സെപ്റ്റംബർ 1 ഇനി അങ്ങോട്ട് 15 ദിവസത്തിനുള്ളിൽ തിരുവോണമാണ്. തിരുവോണത്തിന് നമ്മുടെ മാവേലി ഇവിടെ സെറ്റായിട്ട് വരുമ്പോ പുള്ളിയെ കൂടി ഒന്ന് വേദിയിലോട്ട് വിളിക്കണ്ടേ? വേണ്ടേ? പുള്ളിയോട് മാവേലി ഒന്ന് നല്ല കൈയ്യടി കൊടുത്തേ. ഹലോ, ഓക്കെ അല്ലേ? മീശ വായിക്കാത്ത പോയോ? മനസ്സിലായി. ഇത്രയും വേണ്ട മീശ. ഇത് വീരപ്പന്റെയോ മറ്റേതാണ് മാവേലി. ശരി, ഓക്കെ ഓക്കെ. മാവേലി എല്ലാവർക്കും ഒരു മാവേലി അധികം സംസാരിക്കാൻ പറ്റില്ല. കടിവെട്ട ആ കാക്ക പറന്നോ? മനസ്സിലായി. മാവേലി സൈഡിൽ നിന്നും നമുക്ക് ലുക്ക് മതി. ഓക്കെ, ഒരു ഉഗ്ര കൈഡി മാവേലിക്ക് കൊടുത്തേ. ഇന്നാൾ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു. പുള്ളിയും പല വേദികളിലും ഇതേ ഡയലോഗ് ആവശ്യപ്രകാരം പറയുന്നതായിട്ട് കേട്ടു. പക്ഷെ ഞാൻ പറഞ്ഞു, ദയവ് ഇത് ചെയ്യരുത്, അത് എന്റെ കഞ്ഞിയാണ്, നിങ്ങൾ വേറെ കഞ്ഞി എടുത്തോളൂ പാർട്ടിയിടാൻ. അപ്പൊ പറയട്ടെ. യെസ്. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല 2 തെറി പറയാനും അറിയാം. താങ്ക് യു.